ഹലോ, ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു, ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചോറ് ഓൾറെഡി ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സവാള, ഞാനിപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പോൾ അതിനകത്ത് സവാള, പച്ചമുളക്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾ പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ഞാൻ മസാല ഇട്ടു. ഇനിയിപ്പം ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. ആ മല്ലിപ്പൊടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒത്തിരി ആഷ്പൂഷ് ബിരിയാണി ഒന്നും അല്ല, അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലുള്ള ഒരു ബിരിയാണിയാണ്, മെത്തേഡാണ്. അതിനായിട്ട് ഞാൻ ആദ്യമേ ബിരിയാണി റൈസ്, ഞാൻ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി ഒരു വിസിൽ, അതായത് അതിനകത്ത് ഏലക്ക, അതേപോലെ ഗ്രാമ്പു, പിന്നെ പട്ട ഉണ്ടെങ്കിൽ കറുവപ്പട്ട ഉണ്ടെങ്കിൽ അതിടാം. ഞാൻ അതിട്ടിട്ടില്ല. പിന്നെ ഉപ്പ്, പിന്നെ നെയ്യ്, ഇച്ചിരി നെയ്യൂടെ ഒഴിച്ച് ഒരു വിസിൽ വരുന്നിടം വരെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു വിസിലിന്. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇടുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഞാനൊരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ചിക്കൻ മസാല, മഞ്ഞൾ പൊടി, പിന്നെ ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, പച്ചമുളക് കുറച്ച് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിട്ടത് മല്ലിപ്പൊടി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് മസാലയായിട്ട് ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി വേണ്ടിയവർക്ക് ചുമന്നുള്ളി ഇടാം. ഞാൻ 2-3 സവാള അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് തക്കാളിയും മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റാൻ പോവുകയാണ്. തക്കാളി ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആക്ച്വലി 3 തക്കാളി എടുത്തു. എന്നിട്ട് ഞാൻ ഒരു തക്കാളിയുടെ പീസസ് ഞാൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആദ്യമേ, അതായത് ഇതുണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ നമ്മുടെ സവാളയും അതേപോലെ കിസ്മിസും ഞാൻ ഫ്രൈ ചെയ്ത്, നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തു. അതേ പാനിൽ തന്നെയാണ് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പം ഈ മസാലകൾ എടുക്കുന്നത്. അതായത് നമ്മൾക്ക് ഒറ്റ പാത്രത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. അതായത് ആദ്യം നെയ്യ് ഒഴിച്ച് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അതേപോലെ സവാള നെയ്ക്കകത്ത് വഴറ്റി വറുത്തെടുത്തിട്ട് അതിനുശേഷം നമ്മുടെ ചിക്കന് വേണ്ടുന്ന ഐറ്റംസ്, അതായത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന കൂട്ടുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട്, ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഇരിക്കും ഇതിൻ്റെ ചിക്കൻ്റെ ടേസ്റ്റ്. ഇപ്പം ഞാൻ ഓൾറെഡി ഇത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിനകത്ത് ഞാൻ അതായത് രാവിലെ എടുത്ത ചിക്കൻ ഒരു 12 മണിയായപ്പോൾ ഞാൻ വാങ്ങിച്ചു. 11:30 വാങ്ങിച്ച ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ആ ചിക്കനിൽ അതെല്ലാം പിടിച്ചോളും. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ വിനാഗിരി ചേർക്കുന്നവർ വിനാഗിരി ഒരല്പം ചേർത്താൽ അതിന് സോഫ്റ്റ്നെസ് കൂടും, ചിക്കന് കുക്ക് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ നമ്മളുടെ മസാല എല്ലാം നന്നായിട്ട് മിക്സായി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. തക്കാളി ഏകദേശം ഒന്ന് വഴന്നു. ഇനി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 2 കിലോ കറക്റ്റ് ഉണ്ട്. 2 കിലോ ചിക്കൻ ബിരിയാണി പീസ് എന്ന് പറഞ്ഞ് തന്നെയാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുന്ന രീതിയിൽ തന്നെ കുക്ക് ചെയ്യണം. നമ്മൾ ബിരിയാണിയാണ്, അപ്പോൾ റോസ്റ്റ് പരുവത്തിലും അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ മാരിനേറ്റ് ചെയ്ത ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട്, മാരിനേറ്റ് ചെയ്തതിലേക്ക് ഒരല്പം വെള്ളം, ജസ്റ്റ് ഒരു സ്റ്റീൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരാം. ഇതിനകത്ത് ഓൾറെഡി ഉപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പം ഉപ്പും മുളകും ഒക്കെ ഇട്ടത് കൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഞാൻ സവാള വഴറ്റിയ സമയത്തും ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു.
സവാള വഴറ്റിയ സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഓൾറെഡി സാലഡ് റെഡിയാക്കി വെച്ചത് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മളുടെ സാലഡ്. ഇതിലേക്ക് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് പച്ചമുളക്, തക്കാളി, സവാള, അതേപോലെ മല്ലിയില, ഇത്രയും സാധനങ്ങളും പിന്നെ ഒരല്പം വിനാഗിരി. ഞാൻ ആപ്പിൾ സിഡർ വിനിഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ ആർക്കും ദോഷം ഉണ്ടാകത്തില്ല, എല്ലാവർക്കും നല്ലതാണിത്. ആപ്പിൾ സിഡർ വിനിഗർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ കുറച്ച് സോൾട്ടും പിന്നെ ഒലിവ് ഓയിൽ ഉള്ളവർക്ക് ഒലിവ് ഓയിൽ ഇടാം. ഞാനൊരല്പം ഒലിവ് ഓയിലും കൂടെ ചേർത്താണ് ഈ സാലഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചു. നമ്മളുടെ ചോറ് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു വിസിൽ, കറക്റ്റ് ഒരു വിസിലിൽ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഒന്നൊന്നിനെ തൊടാതെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ചിക്കനുമായിട്ട് ഒരു 5 മിനിറ്റ്സ് ദം ചെയ്യാൻ വെക്കുമല്ലോ. ദം ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇതിലേക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ട്. കുരുമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഉള്ളവർക്കിടാം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് വെറും ഓപ്ഷണലാണ്. വയറിനൊക്കെ അസ്വസ്ഥതയുള്ള സമയമാണല്ലോ ഇപ്പം, ഒരു മഴയും വൈറൽ ഫീവറും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് തിന്നുന്ന കഫക്കെട്ടൊക്കെ മാറാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുരുമുളക് ഇട്ടത്. പ്രത്യേകിച്ച് കുട്ടികളൊന്നും കുരുമുളകൊന്നും അല്ലാതെ കഴിക്കത്തില്ല. ഇതാകുമ്പം അല്പം ഉള്ളിലോട്ട് ചെല്ലുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഇട്ടതാണ്. കുരുമുളക് ഇല്ലാത്തവർക്ക് അതിടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ കറി ഒന്ന് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നല്ലൊരു പരുവത്തിലാകാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമ്മൾക്ക് എന്നാലും ഒന്നുകൂടെ കുറുകി അത് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വേഗം വെയിറ്റ് ചെയ്യണം. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. പലരും ഈ ബിരിയാണി ചിക്കനുമായിട്ട് ഉണ്ടാക്കുമ്പം തൈര് ഉപയോഗിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ആർട്ടിക്കിളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതേപോലെ പ്രകൃതി ചികിത്സക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തൈരും ചിക്കനും കൂടെ രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ അല്ല, അതൊരു പോയ്സണസ് കോമ്പിനേഷനാണ്. നമ്മൾ ശരിക്കും തൈര് യൂസ് ചെയ്യുന്നത് ചിക്കൻ മയപ്പെടാൻ വേണ്ടിയാണ് സാധാരണ തൈര് യൂസ് ചെയ്യുന്നത്, അല്ലെ ആ ഒരു പുളിരസം ഒന്ന് കിട്ടാൻ. പക്ഷേ അതിനേക്കാളും ഏറ്റവും ഉത്തമമാണ് ഈ പറഞ്ഞ വിനാഗിരിയോ. വിനാഗിരിയേക്കാൾ ഹെൽത്തിയാണ് ആപ്പിൾ സിഡർ വിനിഗർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലാതെ തൈര് കഴിവതും ചിക്കനുമായിട്ടുള്ള കോമ്പിനേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് ഹെൽത്തിന് നല്ലത്. ഞാൻ ചിക്കൻ കറി ഉണ്ടാകുന്ന ആ ടൈമും കൊണ്ട് കുറച്ച് പപ്പടം ഉണ്ടാക്കി. പപ്പടത്തിൻ്റെ വീഡിയോ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ പപ്പടം കാണാൻ സാധ്യത വളരെ കുറവാണ്. പപ്പടത്തിൻ്റെ മണം കിട്ടിയപ്പോൾ മുതൽ പിള്ളേർ കയറി ഇറങ്ങിയും കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാനിപ്പോൾ പപ്പടത്തിൻ്റെ ആ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇത് അടച്ചു വെക്കുന്നു. ഇനി നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്നാ നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളം എല്ലാം കുറുകി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക, റൈസ് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചോറല്ല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പില്ല, ഇപ്പം ഞാൻ ഇതിനകത്ത് കിസ്മിസും സവാളയുമാണ് മെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലേക്കെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ കുറച്ച് ഗ്രേവി പോലെ വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ. കാരണം അങ്ങ് ഒത്തിരി അടിയിൽ പിടിക്കാതെ 5 മിനിറ്റ് നമ്മളൊരു സിമ്മിലിട്ട് നമ്മളിത് ചെയ്യുമ്പം ചോട്ടിൽ പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഗ്രേവി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൂടെ ഒഴിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു നെയ്യുടെ രുചിയും കൂടെ കിട്ടും. ഇത് ഏകദേശം 3/4 കിലോളം അരിയുണ്ട്, 2 കിലോ ചിക്കനും. അപ്പോൾ 3/4 കിലോയും 2 കിലോ ചിക്കനും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ചിക്കനെല്ലാം ലാവിഷായിട്ട് കഴിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു അടച്ചു വെച്ചിട്ട്, ഇത് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, അടച്ചു വെച്ചൊരു 5 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഓൾറെഡി പിള്ളേർ മണമടിച്ചപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. സിനിമ കാണുമായിരുന്നു, ഓടി വന്നു. ഇനിയും ഇവരെ പിടിച്ചു നിർത്താൻ ഒക്കാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ്. നമുക്കത് ചെക്ക് ചെയ്യാം. മോള് ഇത് കഴിക്കാൻ പോവുകയാണ്. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് പറയണേ. ചിക്കൻ പീസ് എടുത്ത് കഴിക്കാം. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എമ്മിയാണോ? സൂപ്പറാണോ? ഇഷ്ടമായോ?
സൂപ്പർ സൂപ്പർ ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ, താങ്ക് യു. ചിക്കൻ നോക്കിക്കേ, ചിക്കൻ മുറിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കി. ചിക്കൻ സൂപ്പറല്ലേ ചിക്കൻ? ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും പറ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ, മറക്കല്ലെന്ന് പറ. ഇങ്ങോട്ട് നോക്കി പറ. ഓക്കെ, താങ്ക് യു. ഇതാ നമ്മളുടെ സൂപ്പർ ബിരിയാണി റെഡി ടു ഈറ്റിലിരിക്കുന്ന കണ്ടോ? നല്ല നെയ്യും ഒന്നൊന്നേ തൊടാതെ റൈസും ഇരിക്കുന്ന കണ്ടോ? നല്ല സൂപ്പർ ബിരിയാണിയാണ്. ഇതേപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വിഭവം വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.